ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വൈകുന്നേരത്തെ വീഡിയോ ആണ് കാണിക്കുന്നത്. കുറച്ച് അരമണിക്കൂർ നേരത്തെ തന്നെ ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കേണ്ട കാരണം. അപ്പോൾ ആദ്യം തന്നെ കോഴിക്ക് തവിടും രാവിലെ കൂടുന്ന വെള്ളത്തിൽ കുറച്ച് ചോറുണ്ടായിരുന്നു. അപ്പോൾ ആ ചോറും തവിടും കൂടി നനച്ചിട്ട് വിട്ടാക്കിയ കോഴികൾക്കൊക്കെ ഇട്ട് കൊടുത്ത് അവരിങ്ങനെ പിന്നാലെ നടക്കും. അത് തിന്നു കഴിഞ്ഞാൽ അവരുടെ കൂട്ടിൽ കയറൂട്ടാ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആടിനുള്ള കഞ്ഞിവെള്ളമൊക്കെ എടുത്ത് വന്ന് പിണ്ണാക്കും തവിടൊക്കെ ഇട്ടിട്ട് അതും റെഡിയാക്കി വെച്ച് കാട്ടിയിട്ടില്ല കേട്ടോ. കാട്ടാൻ 5 മണി ആവട്ടെ വെച്ചിട്ടാട്ടാ. അപ്പോൾ പിന്നെ കുറച്ചൊന്ന് ഞാനങ്ങനെ വിറക് ഇപ്പോൾ എടുത്ത് വെക്കലില്ല വെയിലുള്ള കാരണം. പക്ഷെ ഇന്നൊരു മഴക്കാറുണ്ട് കേട്ടോ. മഴക്കാർ കണ്ട കാരണം രാവിലെ കൊടുന്നിട്ട് വിറകായിരുന്നു. അപ്പോഴേക്ക് അത് മഴ കൊണ്ടെങ്കിലും വെച്ചിട്ട് ഞാനത് മുഴുവൻ ഏതാനൊക്കെ കേട്ടോ, മുഴുവനൊന്നുമില്ല, കുറച്ചൊക്കെ എടുത്തിട്ട് മഴ കൊള്ളാത്തോടെ. അപ്പോൾ ചെറുതാക്കാണ്ടായിരുന്നു. അപ്പോൾ ചെറുതാക്കാനുള്ളത് ചെറുതാക്കും ചെയ്ത് അങ്ങനെ അത് തൊട്ടപ്പുറത്ത് തൊഴുത്താണ് കേട്ടോ. അത് ഞങ്ങൾ പശുവിനെ കൊടുത്ത്. അപ്പോൾ ഇപ്പോൾ പശുവില്ല, പ്രസവിക്കാറായപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്ഥലം ഒഴിഞ്ഞെടുക്കുക. ഇനി തൊഴുത്ത് ശരിയാക്കിയിട്ട് വേണം മേടിക്കാൻ, കുറച്ച് പണി ഉണ്ടാകുമ്പോൾ. അപ്പോൾ വിറകൊക്കെ അവിടേക്ക് എടുത്ത് വെച്ച് പിന്നെ കുറച്ച് ഉള്ളിൽ അടുക്കളയിൽ വീതൻ്റെ വീട്ടിലും കൊടുന്ന് വെച്ചിട്ടാണ്. പിന്നെ അത് ഇല കൊടുന്നിട്ട് മുറ്റത്തിട്ടുണ്ടായിരുന്നു ഉമ്മാർത്ത്. അതും മഴക്കാറ് കണ്ട കാരണം എടുത്തിട്ട് മഴ കൊള്ളാത്തോടത്ത് കൊടുന്നിട്ടിട്ടാണ്. അപ്പോൾ ഇനി കൊഴിയാണെങ്കിൽ അത് മഴ കൊള്ളാത്തോടത്ത് ചളിയിലൊന്നും മുറ്റത്ത് കൊഴിഞ്ഞ ആടുകൾ തിന്നില്ല. അപ്പോൾ അവിടെ ആകുമ്പോൾ ആടുകൾ തിന്നിട്ടാ. അത് കഴിഞ്ഞിട്ട് ഉമ്മറഭാഗവും വടക്കുറഭാഗമൊക്കെ അടിച്ച് വാരി പിന്നെ അത് കഴിഞ്ഞിട്ട് പിണ്ണാക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ വെള്ളം. അപ്പോൾ വെള്ളം അടിഞ്ഞ് വേഗം കാട്ടി. ഇപ്പോൾ ഇട്ടാവണ കാരണം പെട്ടെന്ന് പണികൾ കഴിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇട്ടാവുകയാണ്. അങ്ങനെ എന്നിട്ട് വെള്ളമൊക്കെ കാട്ടൽ കഴിഞ്ഞിട്ട് വേഗം പിന്നെ കൂട്ടിൽ കോഴിക്കുട്ടികളുണ്ട്, അവർക്ക് അരിയൊക്കെ ഇട്ട് കൊടുത്ത് അവരെ കൂടൊക്കെ അടച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളം കൂടി കഴിഞ്ഞപ്പോൾ ചെമ്പ് പാത്രമൊക്കെ കഴുകി പിന്നെ ഇല കെട്ടി കൊടുത്ത് കൊതുക് തിരി കത്തിച്ച് വെച്ച് അങ്ങനെ പുറത്തുനിന്ന് പോന്നിട്ടാ. പിന്നെ മേലെ കഴുകിയിട്ട് അങ്ങനെ അതിലേക്ക് കയറി 6 മണിയാകുമ്പോഴേക്കും കയറി. അങ്ങനെ അതാ വിളക്കടലൊക്കെ കഴിഞ്ഞിട്ട് ഒരു 7 മണിയൊക്കെ ആയിട്ട്. അപ്പോൾ ചായ ഉണ്ടാക്കി കുടിച്ചതിന് ശേഷം കൈയൊന്ന് ചൂടുവെള്ളത്തിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കൈയും കാലൊക്കെ ഒന്ന് ചൂടുവെള്ളത്തിൽ വെക്കലുണ്ട്. അപ്പോൾ അതിനൊരു പഴയ പാത്രം എടുത്തിട്ട് അതിൽ കല്ലുപ്പ് ഇട്ടിട്ട് ചെറുനാരങ്ങയും പിഴിഞ്ഞൊഴിച്ചിട്ട് കുറച്ച് ഷാമ്പൂ ഇട്ടിട്ട് അതിന് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട്, ഒരുപാട് ചൂടല്ല, ഒരു കൈ വയ്ക്കാൻ പാകത്തിനുള്ള ചൂടാക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് കൈ അതിൽ വെള്ളത്തിൽ വെച്ചിട്ട് പിന്നെ അതിന് ശേഷം ചെറുനാരങ്ങ കൊണ്ട് നന്നായിട്ട് നഖമൊക്കെ ഉരച്ചിട്ട് അഴുക്ക് പോകാനും ചെറുനാരങ്ങ അണുക്കൾ ഉണ്ടെങ്കിൽ ചാവാനൊക്കെ നല്ലതല്ലേ. അപ്പോൾ അങ്ങനെ ഉരച്ചിട്ട് പിന്നെ ബ്രഷ് കൊണ്ട് നന്നായി ഉരച്ച് വൃത്തിയാക്കിയിട്ടാണ്. അങ്ങനെ കൈ വെക്കൽ കഴിഞ്ഞിട്ട് പിന്നെ കാലും ഇതുപോലെ വെച്ച് കാലും വൃത്തിയാക്കിയിട്ട് നഖമൊക്കെ വൃത്തിയാക്കി പിന്നെ അതിന് ശേഷം കൈ നന്നായിട്ട് ഉണങ്ങിയത് കൊണ്ട് തുടച്ചിട്ട് വാസലിൻ എടുത്തിട്ട് 2 കൈമേലും നന്നായിട്ട് പരട്ടിയിട്ടാണ് കാലുമേലും. ഇത് കുറേ സമയം മസാജ് ചെയ്തിട്ട് അതൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ TV വെച്ച സമയത്താട്ടോ ചെയ്ത്. അങ്ങനെ കുറേ സമയം മസാജ് ചെയ്താൽ കയ്യിൽ നല്ലൊരു സോഫ്റ്റായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ കേട്ടോ. പിന്നെ കമൻറ്റ് ചെയ്യ്, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.